കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ വാചകം കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങളൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്. കാര്യം ഇന്നലകളിൽ കോൺഗ്രസിനെ വിശ്വസിച്ചവർ, ഇടം കൊടുത്തവർക്ക് എന്താണ് പിന്നീട് കോൺഗ്രസ് തിരികെ കൊടുത്തിട്ടുള്ളതെന്ന് ഉദയനിധിയുടെ ആ വാക്കുകളിൽ കൃത്യമായി നിഴലിക്കുന്നുണ്ട്. DMK-യുടെ ഉപ്പും ചോറും തിന്ന് അവരുടെ വിയർപ്പിൽ വിജയിച്ചു കയറിയതിനു ശേഷം അധികാര കസേര കണ്ടപ്പോൾ ഇന്നലകളിൽ അഭയം കൊടുത്തവരെ വഞ്ചിച്ച് മറുകണ്ഠം ചാടിയതിനെ കുറിച്ച് ഉദയനിധി പറഞ്ഞത് ഈ നാട് കേൾക്കണം. நம்ம கூட்டணியில் இருந்த சில கட்சிகள் நம்ம தலைவர்கிட்ட வந்து தலைவருடைய உத்தரவு பெற்று அனுமதியை பெற்று ஆளுங்கட்சிக்கு ஆதரவு கொடுத்தாங்க. ஆனா 20 வருஷத்துக்கு மேல நம்முடைய முதுகு மேல ஏறி நின்று நம்ம மேல சவாரி செஞ்ச காங்கிரஸ் கட்சி இன்னைக்கு நம்முடைய முதுகுல குத்திட்டு போயிருக்கு. இதை யாரும் மறந்துடாதீங்க. இந்தியாவில் பாஜகவுடைய வெற்றிக்கு, தொடர் வெற்றிக்கு நான் கூட மோடியும் அமித்ஷாவும் தான் காரணம் அப்படின்னு நினைச்சிட்டு இருந்தேன். ஆனா அதுக்கு காரணம், மெயின் காரணம் அவங்க கிடையாது. காங்கிரஸ் கட்சி தான் பாஜகவுடைய வெற்றிக்கு காரணம் அப்படிங்கிறத இப்ப தெரியுது. அப்படிப்பட்ட அந்த காங்கிரஸையும் நம்முடைய தலைவர் தான் தோல்ல சுமந்து கடந்த நாடாளுமன்ற தேர்தலில், சட்டமன்ற தேர்தலில் சுமந்துட்டு இருந்தோம். மதச்சார்பின்மையை பாதுகாக்கணும், பாஜகவை தமிழ்நாட்டுக்குள்ள விட்டுறக்கூடாதுன்னு நம்முடைய தொண்டர்கள் நாம ரத்தத்தையும் வேர்வையும் சிந்தி காங்கிரஸ் வேட்பாளர்களை வெற்றி பெற வச்சுட்டு இருந்தோம். இந்த தேர்தலையும் அதான் பண்ணோம். களத்திலேயே இல்லாத காங்கிரஸ் கட்சி இன்னைக்கு 5 இடத்துல ஜெயிக்க நம்முடைய உடன்பிறப்புகள், நம்முடைய தலைவருடைய தொண்டர்கள், திமுக காரன் தான் காரணம். இன்னைக்கு நம்ம தலைவர் அவர்கள் முதலமைச்சர் ஆகணும்னு மக்கள் போட்ட ஓட்டுல ஜெயிச்சுட்டு பதவிக்காக சொல்லாம கொள்ளாம ஓடி போயிட்டாங்க. குறைஞ்சபட்ச ஒரு நன்றியோ நாகரிகமோ இல்லாத காங்கிரஸ் இனி எந்த காலத்திலையும் நாம நம்ப கூடாது, எந்த காலத்திலையும் நாம கிட்ட சேர்க்க கூடாது. அவங்களுக்கு சரியான பாடத்தை நாம கத்து கொடுக்கிறோமோ இல்லையோ, தமிழ்நாட்டு மக்கள் நிச்சயம் வெகு விரைவில் கத்து கொடுப்பாங்க. കേട്ടല്ലോ, ന്യൂനപക്ഷങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞത് കോൺഗ്രസിന് ഇന്നത്തെ കാലത്ത് കേരളത്തിൽ നിലനിൽക്കാനായിട്ട് മൗദൂദികളും സുഡാപ്പികളും ഒപ്പം തന്നെ ക്രിസംഗികളുടെയും സേവനം വേണം, അല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. കോൺഗ്രസിൽ അവശേഷിക്കുന്ന സംഘികൾക്ക് കേരള ഭരണം നിലനിർത്താൻ ന്യൂനപക്ഷ പാലങ്ങളാണ് വേണ്ടിയിരുന്നത്. അത് കൃത്യമായിട്ട് അവർക്ക് നേടിയെടുക്കാൻ പറ്റി. പക്ഷേ എന്താണ് ഇവർ അധികാരം കിട്ടിയാൽ ചെയ്യുന്ന പ്രവർത്തനം എന്നുള്ളത് ആ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഒരു മനുഷ്യനും സഹായിക്കുന്ന മറ്റൊരു മനുഷ്യനോട് ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ മാത്രമേ കോൺഗ്രസ് അന്നും ഇന്നും എന്നും ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഉദയനിധി സ്റ്റാലിന് തന്നെ പറയേണ്ടി വന്നത്, ഈ രാജ്യത്ത് BJP വളർന്നതിന് കാരണം ഇന്നലകളിൽ അവർ ധരിച്ചിരുന്നത് മറ്റ് കാരണമാണ്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അതിനൊറ്റ കാരണമേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണെന്ന്. കോൺഗ്രസിനാൽ ചതിക്കപ്പെട്ടവർ അവരുടെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുന്ന ആ വാചകങ്ങളിൽ നീറുന്ന വേദനയുണ്ട്. അത് കേട്ടതിന് ശേഷം ഒന്ന് ചിന്തിക്കുന്നത്, ഒന്ന് ആലോചിക്കുന്നതും പലർക്കും ഗുണമാകത്തേ ഉള്ളൂ. ഇന്നലകളിൽ കോൺഗ്രസിന് എതിർ ശബ്ദമില്ലാതിരുന്ന രാജ്യത്ത് എങ്ങനെ BJP വളർന്നു? മൗദൂദികളും കോൺഗ്രസുകാരും അധികാര കസേരകൾക്ക് വേണ്ടിയും അധികാര സ്ഥാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള കച്ചവടങ്ങൾക്ക് വേണ്ടിയും നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിനപ്പുറം റിയാലിറ്റി എന്താണെന്ന് തമിഴ്നാട്ടിലേക്കൊന്ന് നോക്കിയാൽ മതി. അവർ അവിടെ നേരിട്ട ആ പരാജയത്തിലേക്ക് വീഴുമ്പോഴും അവരുടെ സഹായം കൊണ്ട് വിജയിച്ചു കയറിയ 5 സീറ്റ് ഒരു നന്ദി വാക്ക് പോലും പറയാതെ, ഒന്ന് ആലോചിക്കാതെ അപ്പുറത്ത് അധികാര കസേര ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഉടനടി സംരക്ഷിച്ചവർക്കൊരു തൊഴിയും കൊടുത്തിട്ട് അപ്പുറത്തേക്ക് പോയെങ്കിൽ ആ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ചതിയന്മാർക്ക് എല്ലാ കാലത്തും ചതിയന്മാരാകാനേ കഴിയുള്ളൂ. അതിന് അവർക്ക് ചിലപ്പോൾ വെളുക്കെ ചിരിക്കാൻ പറ്റും. ആ വെളുക്കെ ചിരിച്ചുകൊണ്ട് സഹായിക്കുന്നവന്റെ കടക്കൽ കത്തിവെക്കുന്ന ആ മനോഭാവമുണ്ടല്ലോ, അതാണ് റിയൽ സംഘിസം. ആ സംഘിസമാണ് രാജ്യത്താകമാനം വളർന്നത്. അത് ഏറ്റവും ഒടുവിൽ രാജ്യത്ത് സംഘപരിവാറിന്റെ എതിർ ശബ്ദമായിരുന്ന DMK തകർക്കാൻ കേന്ദ്ര സർക്കാർ കരുക്കൾ നീക്കിയപ്പോൾ അവരോടൊപ്പം തന്നെ വീണവരെ തൊഴിച്ചിട്ട് ചാടിപ്പോയ കോൺഗ്രസുകാർ നാളുകളിൽ എന്ത് ഈ നാട്ടിൽ നടത്തുമെന്ന് നിങ്ങൾ തന്നെ കണ്ടും അനുഭവിച്ചും തിരിച്ചറിഞ്ഞോളൂ. അതിന് ഉദയനിധി സ്റ്റാലിന്റെ ഈ വാക്കുകൾ എല്ലാ കാലത്തും ഉള്ളിൽ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കട്ടെ.